ഭരിക്കുന്ന സർക്കാരിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്ത് കിട്ടിയാലും അതിന് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഓൺ എയർ. നമ്മൾ കുറച്ച് അഗ്രസീവ് ആവണം, ഒരു അറ്റാക്ക് മോഡ് വേണം. എന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചുഴിഞ്ഞെടുക്കാനുള്ള, ഇങ്ങനെ പ്രോബ് ചെയ്ത് ഇങ്ങനെ എടുക്കാനുള്ള എനിക്കത് പറ്റില്ല. അത് എൻ്റെ നേച്ചറല്ല. പണ്ടത്തെ അത്ര നല്ല വാർത്തകളാണോ ഇപ്പൊ വായിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം വാല്യൂസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, അതിന്റെ വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് മീഡിയം ആയിട്ട് നിൽക്കുന്ന ഈ മീഡിയയുടെ വ്യത്യാസം കൂടാണ്. അന്ന് സർക്കാർ ചാനലായിരുന്നു ദൂരദർശൻ എന്ന് പറയുന്നത്. ദൂരദർശനിൽ റിസ്ട്രിക്ഷൻസ് ഒരുപാടാണ്. എന്ന് വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെന്റ് കൺട്രോൾഡ് ഒരു ഇതായതുകൊണ്ട് ത്രൂ അവർ മാത്രമേ ഉള്ളൂ വാർത്തകൾ പുറത്തു വരുന്നത്. വിവാദങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നല്ലാതെ അതിനകത്തൊരു എടുത്തിട്ട് ഇപ്പൊ പറയുന്ന പോലെ എടുത്തിട്ട് സെൻസേഷൻ ആക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പം ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഓരോ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ കയ്യിലല്ലേ. അപ്പൊ എന്ത് വേണമെങ്കിലും എന്ത് കിട്ടിയാലും അതിന് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഓൺ എയർ. അത് നല്ലത് എന്ന് പറയാ അല്ല, അത് നല്ലതാണ് ഓഫ്കോഴ്സ്. അതുകൊണ്ടാണ് ആൾക്കാർ പല കാര്യങ്ങളും അറിയുന്നത്. പിന്നെ നല്ല വാർത്തകൾ മാത്രമല്ല ഇപ്പൊ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്കോഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ചർച്ചകൾക്കൊന്നും മാം അധികം കണ്ടിട്ടില്ല. എല്ലാരും ചോദിക്കാനൊക്കെ പറഞ്ഞു പൊളിറ്റിക്കൽ ചർച്ചകള്, റീജിയണൽ പൊളിറ്റിക്കൽ ചർച്ചകള് എനിക്ക് പറ്റില്ല. എനിക്ക് അത്രയും അഗ്രസീവ് ആവും. നമ്മൾ കുറച്ച് അഗ്രസീവ് ആവണം, ഒരു അറ്റാക്ക് മോഡ് വേണം. എന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചുഴിഞ്ഞെടുക്കാനുള്ള, ഇങ്ങനെ പ്രോബ് ചെയ്ത് ഇങ്ങനെ എടുക്കാനുള്ള എനിക്കത് പറ്റില്ല. അത് എൻ്റെ നേച്ചറല്ല. അങ്ങനെ പ്രോബ് ചെയ്യാൻ എനിക്ക് ഒരു എന്താ പറയണേ, എന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്നങ്ങ് ഹോൾഡ് ബാക്ക് ചെയ്യും. എനിക്കത് പറ്റില്ല. ഒരാളിനെ അങ്ങനെ പ്രത്യേകിച്ച് ഓൺ ക്യാമറ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അത്ര വിരോധമുള്ള മനുഷ്യരായിരിക്കും. നമുക്കിപ്പോൾ ഇവരോടൊക്കെ എന്താ പേഴ്സണൽ വിരോധം, എനിക്ക് അങ്ങനെ പ്രോബ് ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ഡിബേറ്റ്സ് ആണെങ്കിൽ ഓക്കെ. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ലോകജാലകം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഇന്റർനാഷണൽ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടം. അതിന് ഇപ്പൊ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നപ്പം ഉണ്ടായിരുന്നു, അതിനൊക്കെ എനിക്കിഷ്ടമാണ്. ബിക്കോസ് അതിന് ഒരിക്കലും ഈ അഗ്രസീവ് ആവുകയോ പ്രോബ് ചെയ്യുകയോ ഒന്നും വേണ്ട. വൺ തിങ്, നമുക്ക് ട്രംപിനെ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. നമ്മൾ വി ആർ കണ്ടക്ടിങ് എ ഡിസ്കഷൻ, ഡിസ്കഷൻസ് ഓക്കെ. പക്ഷെ എനിക്ക് പ്രോബ് ചെയ്ത് അഗ്രസീവ് ആവാൻ പറ്റില്ല. അതിന്റെ നേച്ചറിന് എഗൻസ്റ്റ് ആണ്. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റില്ല. ഓക്കെ. ഇത്രയും കാലഘട്ടത്തിൽ ഈ വാർത്ത വായിക്കുന്നതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ മാമിന്? പണ്ടത്തെ പോലാണോ വായനാ രീതിക്ക് അതിന് മാറ്റം വന്നു? അതുണ്ട്. മറ്റത് നമ്മള് ഒട്ടും അങ്ങനെ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് ഇൻവോൾവ്മെന്റ് മതി. ഞാൻ ഈ പറഞ്ഞ ഈ അഗ്രസീവ് നേച്ചറിനൊക്കെ അതിനുമായിട്ട് ബന്ധമുണ്ട്. പണ്ട് അതൊന്നും വേണ്ടല്ലോ. പണ്ട് ഇങ്ങനെ ന്യൂട്രൽ ഇത് കീപ്പ് ചെയ്ത് അങ്ങ് വായിച്ചു പോയാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, യു ഹാവ് ടു ബി ഇൻ ഇറ്റ്. പിന്നെ നമ്മൾ അറിയാതെ ആവും. ഈ അഗ്രസീവ് മോഡിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും എന്ന് വെച്ചാൽ നമ്മളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ പ്രിപ്പറേഷനിലും അതിന്റെ പല തലങ്ങളിൽ.